ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഏകദേശം നല്ല ഹൈറ്റിൽ ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. മഴവെള്ളം വീണ് മൊത്തം ഒക്കെ തലകുത്തി മറിഞ്ഞ്. അതുപോലെ പൊട്ടുവെള്ളരിയുണ്ട്, പൊട്ടുവെള്ളരി മുഴുവൻ വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. അമ്മയാണ് ഇതിനൊക്കെ നോക്കിയിരുന്നത്. എങ്ങനെ പോയാലും 2 പശു പിന്നെ ഒരു പശുക്കുട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ചാണകവും മൂത്രമൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിൽ ചീര വളർത്തിയിരുന്നു. അപ്പോൾ ഈ ചീരയ്ക്ക് ഈ മൂത്രത്തിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. അടിപൊളിയായിട്ട് ചീര ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ അത് കട്ട് ചെയ്തെടുക്കും. ചീര ആ കട അവിടെ തന്നെ നിൽക്കും. പിന്നെ അത് വന്ന് വേറെ പൊടിച്ചു വരും, അത് വീണ്ടും എടുക്കും. അങ്ങനെ അടിപൊളിയായിട്ട് അമ്മ നോക്കിയിരുന്നു. ചീരത്തൈ ഉണ്ടാക്കി നോക്കിയാലോ എന്നൊരാഗ്രഹം. അങ്ങനെ കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് ചീര വിത്ത് മേടിച്ച് അങ്ങനെ പേരമരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ വെറുതെ എടുക്കണ്ടായി. അപ്പോൾ അവിടെ ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് കുറച്ച് ചീര വിത്ത് ഇങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെറുതെ വിതറിയിട്ട് കൊടുത്ത് പിന്നെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒക്കെ പൊന്താൻ തുടങ്ങി. അപ്പോൾ ഒന്നും പറിച്ചിടാനൊന്നും നിന്നില്ല. ഒക്കെ ഇങ്ങനെ കാട്ട് പിടിച്ചു പോലെ അങ്ങോട്ട് പൊന്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓരോ ദിവസവും രാവിലെ എണീറ്റിട്ട് ഇതിങ്ങനെ നോക്കും. അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. സൈഡിൽ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. പിന്നെ അതൊരു രസമായി. എല്ലാ ദിവസവും എനിക്ക് വരുമ്പോൾ കാലത്ത് തന്നെ ചീരയുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് നോക്കും. മനസ്സിനൊരു സന്തോഷം. അങ്ങനെ നോക്കി നിൽക്കല് വളർന്നത് പെട്ടെന്ന് വളർന്ന് അടിപൊളി ചീരകളായി. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടാ. സിമ്പിളായിട്ട് ഇഷ്ടം പോലെ ചീരകളാണ് ഉണ്ടായത്. കംപ്ലീറ്റ് മണ്ണാണ് ഇത്. കംപ്ലീറ്റ് കഴുകിയെടുക്കണം, മണ്ണൊക്കെ തെറിച്ചിട്ടേ. പിന്നെ നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ. ചീര നട്ടിട്ട് വളരെ ഹാപ്പിയാണ്. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പടർന്ന് പന്തലിച്ച് എടുക്കണ ഐറ്റംസാണ് പൊട്ടുവെള്ളരി. ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം ഉണ്ട്. അതൊരു ഇതായിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഇങ്ങനെ ചെറിയ ടൈപ്പ് ശരിക്കായിട്ടില്ല. അത് അപ്പോൾ അങ്ങനെയാണ് പൊട്ടുവെള്ളരിയുടെ കഥ. ഈ പൊട്ടുവെള്ളരി നല്ല വെയിലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ രാവിലെ മാത്രമാണ് നനയ്ക്കാറ്. പക്ഷെ ആ വെള്ളം പോരാണ്ട് വരും. അപ്പോൾ വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മുടെ വാട്ടർ ഫിൽറ്റർ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് അത്രയും തന്നെ വെള്ളം പുറത്തേക്കും കളയുമായിരുന്നു. അപ്പോൾ അത് വേസ്റ്റായിട്ട് ഇങ്ങനെ ഒഴുകി പോകും. അപ്പോൾ അവിടെ ഒരു ചെറിയ ബക്കറ്റ് പോലത്തെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പൊക്കെ മേടിച്ച് കറക്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ അവിടെ വെള്ളം വീഴുമ്പോൾ ഇതിനൊക്കെ നനയിട്ട് വരുന്നത്. അതുകൊണ്ട് നല്ല തളിർത്ത് എപ്പോഴും നല്ല പച്ചപ്പോടുകൂടി തന്നെ നിൽക്കും. ഞാൻ കാണിച്ചു തരാം സിസ്റ്റം. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അടുക്കളയിലെ വാട്ടർ ഫിൽറ്റർ. നല്ല അടിപൊളിയായിട്ട് വെള്ളം തരും നമുക്ക്. സൂപ്പർ വാട്ടറാണ് ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം എടുക്കുമല്ലോ. വെള്ളം എടുക്കുമ്പോൾ ഇതിന് ക്ലീൻ ചെയ്തിട്ട് കുറേ വെള്ളം വേസ്റ്റിലേക്ക് പോകും. ആ വെള്ളം അതിൻ്റെ സൈഡിലൊരു പൈപ്പ് വഴിയാണ് പോവാം. അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് വെള്ളം പോകുന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാം. പുറത്തെ ഫിൽറ്റർ വഴി ഇങ്ങനെ ഒരു പൈപ്പ് കൊടുത്തന്നെയാണ്. പൈപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു ബക്കറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബക്കറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തതിൻ്റെ പേരിൽ ഇത്രയും വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ വാട്ടർ ഫിൽറ്ററിൻ്റെ സിസ്റ്റം. പിന്നെ വാട്ടർ ഫിൽറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ വലിയൊരു ഒരു കുറ്റി പുറത്ത് വയ്ക്കണം. അപ്പോൾ അതിൽ വേസ്റ്റ് ചെളിയും അഴുക്കും എല്ലാം ആ കുറ്റി ക്ലീൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ ചെറിയ കുറ്റിയിലേക്ക് വിടുക. ഈ ചെറിയ കുറ്റിയിലും ഒരു ഫിൽറ്റർ പോലെ ഉണ്ട്. അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് മറ്റേ വാട്ടർ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് വിടുക. അതിൻ്റെ അടിയിലൊരു പൈപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ, ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പ് മേടിച്ചത്. അത് നല്ല കറക്റ്റായിട്ട് എന്നുള്ളൊരു തരി പോലും വെള്ളം ലീക്കാവില്ല. അതിലേ ഇങ്ങനെ വന്നിട്ട് ഈ പൈപ്പിൽ കൂടി ഇങ്ങനെ പോകും. ഈ പൈപ്പിൽ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ പുറകെ കൂടി കൊണ്ടുവന്നിട്ട് ഇവിടെ ഓരോ ചെടിയുടെ കടയിലും നമ്മൾ വെച്ച് കൊടുക്കും. ആ ഡ്രിപ്പിൻ്റെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. അത് ജോയിൻ്റ് ചെയ്തെടുക്കും. ഇത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് ഇവിടെ വേണ്ട വെള്ളം വീഴണ്ട. അപ്പോൾ അതിൽ വീഴുന്ന ഓരോ ഡ്രോപ്പ് വെള്ളവും ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെ കടകളിലേക്ക് എത്തും. അതുപോലെ
ഇപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്, കാണിച്ചത്. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ വരുന്നേ അത് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പൈപ്പ് വഴി അതുമൊന്ന് ഒരു പൈപ്പ് ജോയിൻ്റ് ചെയ്തിട്ട് വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ വരും. ഇവിടെ അറ്റത്തുണ്ട് ഒരു വലിയ ചെടി, അതിൻ്റെ കടയിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കി വേണ്ട, അതേപോലെ ഇങ്ങനെ വെള്ളം ഡ്രോപ്പായിട്ട് വീഴും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.